നേതാക്കളിലും എല്ലാവരും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആശങ്ക അഡ്രസ് ചെയ്യാൻ വേണ്ടി എത്തിക്കൽ മെഡിക്കൽ ഫോറം ഇങ്ങനെ ഒരു പരിപാടി നടത്താം എന്ന് തീരുമാനിച്ചത്. നമ്മളുടെ കൂടെ ഇന്ന് ഈ വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത് ഡോക്ടർ അബ്ദുൾ റൌഫ് ആണ്. അദ്ദേഹം പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ആണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ആയി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം MBBS കഴിഞ്ഞത് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നുമാണ്. അതിനുശേഷം അദ്ദേഹം പീഡിയാട്രിക്സിൽ MD ചെയ്തത് PGI ചണ്ഡീഗർ കോളേജിൽ നിന്നുമാണ്. അതിനുശേഷം അദ്ദേഹം ഡൽഹി ഗംഗാറാം ആശുപത്രിയിൽ നിന്നും പീഡിയാട്രിക് ICUവിൽ ഫെലോഷിപ്പ് നേടുകയും അവസാന 2 വർഷമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ആയി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ അബ്ദുൾ റൌഫ്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയവുമായി ഉള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മളുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാൻഡ് റൈസ് കൈപൊക്കി വെക്കാം. ഈ ഡിസ്കഷൻ ഡോക്ടർ റൌഫുമായിട്ടുള്ള ഡിസ്കഷന് ശേഷം നമ്മൾക്ക് സംശയങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു ഡിസ്കഷൻ ഇന്ററാക്റ്റീവ് സെഷനും അതിനുശേഷമുള്ള ഒരു അരമണിക്കൂർ സംശയ നിവാരണത്തിനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കേരള സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പിൻവലിച്ചു. നമ്മളെ ജനജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. എന്നാൽ തന്നെയും കോവിഡ് പൂർണ്ണമായി പിൻവാങ്ങി എന്ന് പറയാറായിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയും നമ്മളെ OPയിൽ കാണിക്കുന്ന പല കുട്ടികളും ആന്റിജനും RT-PCR പോസിറ്റീവായി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നാൽ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായി കോവിഡ് 3ാം തരംഗം ഇത് 6-8 ആഴ്ചയിലുള്ളിൽ വരും. ഓഗസ്റ്റിൽ കോവിഡ് 3ാം തരംഗം വരും എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഒരു 2-3 ആഴ്ചയായിട്ട്. എന്നാലോ കോവിഡ് ഈ പറയുന്ന വിദഗ്ധന്മാരൊന്നും കോവിഡ് 2ാം തരംഗത്തിൽ നമ്മൾ ഇതേ ഒച്ചയിൽ നമ്മളെ ആരും കോവിഡ് 2ാം തരംഗം വരുന്നേ എന്ന് നമ്മളെ ആരും വാൺ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഡോക്ടർ അബ്ദുൾ റൌഫ്, ഒരു കോവിഡ് 3ാം തരംഗത്തിന്റെ സാധ്യത എന്തൊക്കെയാണ്, അതിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒന്നൊന്ന് പറയാമോ? നന്ദി ഡോക്ടർ അജാസ്. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? അതെ. ഓക്കെ. ആദ്യമായി ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം തന്നതിന് എത്തിക്കൽ മെഡിക്കൽ ഫോറത്തിന്റെ ഭാരവാഹികൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ. അപ്പൊ ഡോക്ടർ അജാസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 2ാം തരംഗം തുടങ്ങിയത് തൊട്ട് തന്നെ ഈ 3ാം തരംഗത്തെ കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തകൾ നമ്മൾ പല മീഡിയയിലും കാണുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ. ആദ്യമായി നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വൈറൽ പാൻഡമിക്കുകൾ, വൈറൽ മഹാമാരികൾ 1918 H1N1 ഫ്ലൂ പാൻഡമിക്, 1956, 1968 വൈറൽ ഫ്ലൂ പാൻഡമിക്, നമ്മളെല്ലാവരും കണ്ട 2009 H1 പാൻഡമിക്. അപ്പൊ ഈ പാൻഡമിക്കുകളിലെല്ലാം ഈ 1918 പാൻഡമിക് മഹാമാരി 4 വേവ്സ് ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ 2ാം തരംഗമായിരുന്നു ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത്. 4 വേവ് വന്നതിന് ശേഷമാണ് അത് അവസാനിച്ചിട്ടുള്ളത്. 56-ലെയും 68-ലെയും മഹാമാരികളും 2ഓ അതിൽ കൂടുതലോ 3ഓളം വേവുകൾ ഉണ്ടായതായി പറയപ്പെടുന്നു. 2009 H1N1 പാൻഡമിക് 2 വേവുകളായിട്ട് ഉണ്ടായതായിട്ടും പറയപ്പെടുന്നു. അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോൾ സാർസ് കോവിഡുമായി സമാനമായ വൈറൽ പാൻഡമിക്കുകളെല്ലാം 2ഓ 3ഓ തരംഗങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോവിഡ് പാൻഡമിക്കും വ്യത്യസ്ത തരംഗങ്ങളായി ഉണ്ടാവാം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ തരംഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് 2ാം തരംഗം ഉണ്ടായി? അപ്പൊ അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന്, സസെപ്റ്റബിൾ പോപ്പുലേഷൻ, അതായത് വൈറസിനോട് സസെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് വൈറസിനോട് പ്രതിരോധമില്ലാത്ത ഒരു കൂടുതൽ ഒരു ജനസംഖ്യ നിലനിൽക്കുന്നത്.
രണ്ടാമത്തേത് കോവിഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, ഒരുപാട് ജനങ്ങൾ കൂടിച്ചേരുന്നതും അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യം. അപ്പോൾ പിന്നീടുള്ളത് വാക്സിൻ. നാലാമത്തേത് വൈറസിന് വരുന്ന വേരിയേഷൻ. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാം തരംഗത്തിൽ, ആദ്യ തരംഗത്തിൽ ഏകദേശം ഇന്ത്യയുടെ 30% പോപ്പുലേഷൻ ഇൻഫെക്റ്റഡ് ആയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബാക്കി 70%-ഓളം ജനത വൈറസിന് സസെപ്റ്റബിൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡ് വൈറസിന് വരുന്ന വകഭേദങ്ങളാണ്. അപ്പോൾ നമ്മുടെ രണ്ടാം തരംഗത്തിന് കാരണമായ വൈറസ് ഡെൽറ്റ വകഭേദമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ആ വൈറസിനുള്ള ആ വകഭേദം അത് കൂടുതൽ ഇൻഫെക്റ്റീവ് ആയിരുന്നു. ഒരു വൈറസ് വന്നാൽ ആ വൈറസ് എത്രത്തോളം ആളുകളെ, ഒരാളിൽ നിന്നും എത്ര ആളെ ഇൻഫെക്റ്റ് ആവും എന്നുള്ളതിന് R0 എന്ന് പറയും. നമ്മുടെ ആദ്യത്തെ വൈറസ്, ഫസ്റ്റ് വേവിൽ ഉണ്ടായിരുന്ന വൈറസ് ഒരാളിൽ നിന്നും 1.5 to 2 പേരിലേക്ക് പകരുന്ന തരത്തിലുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത് വരുന്ന ഡെൽറ്റ വൈറസ് ഒരാളിൽ നിന്നും 4 പേരിലേക്ക് വരെ പകരാൻ അത്രയും ശക്തി ഉള്ളതായിരുന്നു, ഇൻഫെക്റ്റീവ് ആയിരുന്നു. നമുക്ക് അറിയാം, രണ്ടാം തരംഗത്തിൽ മിക്ക വീടുകളിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവർക്കും വന്നിരുന്നു. അത് അത്രയും ഇൻഫെക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് രണ്ടാം തരംഗത്തിന്. മൂന്നാമത് കോവിഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അതായത് കൂടിച്ചേരലുകൾ. നമുക്കറിയാം, കുംഭമേള, ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻസിൽ ഉണ്ടായ പൊളിറ്റിക്കൽ റാലീസ്, ഇതൊക്കെ അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിൻ. നമ്മുടെ ഒന്നാം തരംഗത്തിന്റെ ആ സമയത്തിന്റെ വാക്സിന്റെ വർക്ക് തുടങ്ങിയാലും വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമ്മുടെ രാജ്യത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അപ്രതീക്ഷിതമായി രണ്ടാം തരംഗം ഉണ്ടായത്. ഇനി മൂന്നാം തരംഗത്തിലേക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതേ കാരണങ്ങൾ തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ സസെപ്റ്റബിൾ പോപ്പുലേഷൻ, ഇപ്പോൾ രണ്ടാം തരംഗത്തിൽ, ആദ്യ തരംഗത്തിൽ 30%-ഓളം ജനതയെ ബാധിച്ചു. രണ്ടാം തരംഗത്തിൽ ബാക്കിയുള്ള ജനതയുടെ 70%-ഓളം ബാധിച്ചേക്കാം എന്നാണ് എപ്പിഡെമോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സസെപ്റ്റബിൾ പോപ്പുലേഷൻ ഇപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ വാക്സിന്റെ കാര്യത്തിൽ അറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും 2 ഡോസ് വാക്സിൻ കിട്ടിയവർ 5% മാത്രമാണ്. 1 ഡോസ് വാക്സിൻ കിട്ടിയവർ 20% മാത്രമാണ്. അപ്പോൾ അത് പെട്ടെന്ന് വാക്സിനേഷൻ വീണ്ടും ദ്രുതഗതിയിൽ നടത്തിയില്ലെങ്കിൽ, കണക്കുകൾ പറയുന്നത് 2 ഡോസ് വാക്സിൻ 25% ജനതയ്ക്കെങ്കിലും നൽകാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാം തരംഗത്തിന് അത് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പിന്നെ വേരിയന്റ് അപ്പൊ അതിനുവേണ്ടി ഓരോ ആഴ്ചകളിലും ജീനോമിക് സ്റ്റഡീസ്, വേരിയന്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠനം നടത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വേരിയന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന വേരിയന്റ് മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ, ലോകത്താകമാനം ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസം UK കേസുകളെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ UK ഇവിടെ മൂന്നാമത്തെ തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഇന്ത്യയിൽ ഉണ്ടായ ഡെൽറ്റ വേരിയന്റ് ആണ്. അപ്പോ ഈ പ്രോബ്ലം, ഇപ്പൊ വാക്സിനേഷൻ ആയാലും ഈ ഒരു പ്രോബ്ലം ഗ്ലോബലി സോൾവ് ചെയ്യാതെ ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടായില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് അവർ വളരെ മന്ദഗതിയിലാണ് വാക്സിനെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്ന വൈറസ്, ഏതെങ്കിലും മൈനർ മ്യൂട്ടേഷൻസ് പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതിജീവിക്കാൻ പറ്റുന്ന, വാക്സിനെ അതിജീവിക്കാൻ പറ്റുന്ന അങ്ങനത്തെ മ്യൂട്ടേഷൻസ് ഉണ്ടായ വൈറസ് വേരിയൻസ് ഉണ്ടായാൽ രോഗത്ത് വീണ്ടും മൂന്നാം തരംഗവും നാലാം തരംഗവും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതിന്റെ പിന്നെ കോവിഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, വീണ്ടും കൂടിച്ചേരൽ. ഡോക്ടർ അജാസ് സൂചിപ്പിച്ച ലോക്ക്ഡൌൺ തുറന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാം ശരിയായി എന്ന് ഉപയോഗിച്ച് വീണ്ടും കോവിഡ് മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതെയുള്ള കൂടിച്ചേരലുകളൊക്കെ ഉണ്ടായാൽ അതും കാരണമാവും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിക്കുമ്പോൾ മൂന്നാം തരംഗം ഉണ്ടാവാൻ തീർച്ചയായും നമ്മൾ ചരിത്രപരമായും അതിന്റെ ഒരു എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം സിവിയർ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷേ മിക്ക എപ്പിഡെമിയോളജിസ്റ്റും അഭിപ്രായപ്പെടുന്നത് തരംഗം ഉണ്ടായാലും ഈ രണ്ടാം തരംഗത്തെക്കാൾ ഒന്നാം തരംഗം ഉണ്ടായി ഇന്ത്യയിൽ, രണ്ടാം തരംഗം അതിനേക്കാൾ ഭീകരമായിരുന്നു. ഇനി ഉണ്ടാവുന്ന തരംഗം, മൂന്നാം തരംഗം, അതൊരു വലിയ തരംഗമാവണോ ഇല്ല ചെറിയൊരു റിപ്പിൾ, ഒരു ചെറിയൊരു വേവ് ആയിട്ട് അങ്ങനെ നിലനിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഇനി വലിയ വേരിയൻസ് ഉണ്ടാവുന്നുണ്ടോ, നമുക്ക് എത്രത്തോളം വാക്സിനേറ്റ് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും മൂന്നാം തരംഗം എത്രത്തോളം അത് വ്യാപ്തിയിൽ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വയ്യില്ല, ഉണ്ടാവാം. പക്ഷെ അത് വളരെ വീക്കായിട്ട് രീതിയിൽ, ശക്തിയില്ലാത്ത രൂപത്തിൽ, ഒരുപാട് ആളുകളെ ബാധിക്കാത്ത രൂപത്തിൽ ഉണ്ടാവട്ടെ എന്ന്
അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ശ്രമിക്കാനുമേ നമുക്ക് പറ്റുള്ളൂ. താങ്ക് യു. ഓക്കെ, അപ്പോ ഒരു ഡെൽറ്റ വേവ് മാറ്റി ഒരു പുതിയൊരു മ്യൂട്ടൻ വൈറസ് ഇല്ലാതിരിക്കുകയും നമ്മൾ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ കർശനമായി പാലിക്കുകയും വാക്സിനേഷൻ ഒക്കെ എടുക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഒരു പരിധി വരെ അതിന്റെ ഭീകരത വളരെ കുറക്കാം അല്ലെ, മൂന്നാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ? അതെ, തീർച്ചയായും. ഓക്കെ, ഇനി അടുത്തതായി കുട്ടികളിലേക്ക് വരാം. നമ്മൾ കുട്ടികളുടെ വാർത്തകൾ രണ്ട് രീതിയിലാണ് വരുന്നത്. മൂന്നാം തരംഗം കൂടുതലും കുട്ടികളെയാണ് കാര്യമായി ബാധിക്കുക എന്നുള്ള ഒരു വാർത്ത ഒരു ഭാഗത്ത് വരുമ്പോൾ, അതേസമയം തന്നെ കുട്ടികളെ ബാധിച്ചാലും പേടിക്കേണ്ട, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും എയിംസ് HODയുടെ ഉൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ രണ്ട് വാർത്തകളാണ് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആശങ്കയിലുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്പര വിരുദ്ധം ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള വാർത്ത വരുന്നത്? എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. അപ്പൊ ആദ്യം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കുട്ടികളെ ഒരുപാട് ബാധിച്ചേക്കാം, അതിന്റെ ഒരു ഹൈപ്പ് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കോവിഡ് തരംഗത്തിൽ ലോകത്താകമാനം ബാധിച്ച കോവിഡ് രോഗികളിൽ ഇതൊരു ഗ്ലോബൽ കണക്കാണ്, 2% മാത്രമായിരുന്നു കുട്ടികൾ ഏകദേശം. രണ്ടാം കോവിഡ് തരംഗം ആകുമ്പോഴേക്കും അത് US കണക്കനുസരിച്ച് 12% ടോട്ടൽ കോവിഡ് ബാധിച്ച 12% പോപ്പുലേഷൻ കുട്ടികളായിരുന്നു. ഇത് ഡാറ്റ ICMRന്റെ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഡാറ്റ നോക്കുകയാണെങ്കിൽ ആദ്യ തരംഗത്തിൽ 4% ആണെങ്കിൽ രണ്ടാം തരംഗത്തിൽ 8% അത് കുട്ടികളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഫസ്റ്റ് ഇത്തരത്തിലൊരു ഹൈപ്പ് ഉണ്ടാവാനുള്ള കാരണം ഈ ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് അതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്താൽ ഒന്നിൽ ഇങ്ങനെ ആയിരുന്നു, രണ്ടിൽ ഇങ്ങനെ ആയി, ഇനി മൂന്നാമത്തെ തരംഗം വരുമ്പോഴേക്കും ടോട്ടൽ ബാധിക്കുന്ന പോപ്പുലേഷന്റെ 25%-ലേറെ പോപ്പുലേഷൻ കുട്ടികളായിരിക്കാം എന്നുള്ള ഒരു നിഗമനം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ നിഗമനത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. ഇനി ഇതിനുള്ള വേറൊരു കാരണം വൾണറബിൾ പോപ്പുലേഷൻ, അതായത് അസുഖത്തിനോട് ഇപ്പൊ അസുഖം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പോപ്പുലേഷൻ കുട്ടികളാണ്. കാരണം കുട്ടികളുടെ വാക്സിനേഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അമേരിക്കയിലും കാനഡയിലും പോലും അത് ട്രയൽ അടിസ്ഥാനത്തിൽ അല്ല, അവിടെ ഇപ്പൊ 12 മുതൽ 18 വയസ്സിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ ആരംഭിക്കാൻ ഇനി മാസങ്ങൾ എടുത്തേക്കാം. അപ്പോൾ കുട്ടികൾ ഇപ്പോഴും വൾണറബിൾ പോപ്പുലേഷൻ ആയിട്ട് തുടരുന്നു. പിന്നെ കുട്ടികൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അധികം പുറത്തിറങ്ങാത്തത് കൊണ്ട് അവർക്ക് വാക്സിൻ വൈറൽ എക്സ്പോഷറും അതിനോടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റിയും കിട്ടിയവരും കുറവായിരിക്കാം. ഇതാണ് ഈ വാദത്തിന്റെ ഇങ്ങനെയൊരു വാദത്തിന്റെ അടിസ്ഥാനം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുടെ ബാധിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ പോലും ഈ തരംഗത്തിൽ കഴിഞ്ഞ ആദ്യത്തെ തരംഗത്തെക്കാൾ കൂടുതൽ കുട്ടികളെ ബാധിക്കുകയുണ്ടായി. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ 90% ഓഫ് ദ ബാധിക്കപ്പെടുന്ന 90% കുട്ടികൾക്കും കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ല. ഈ ലക്ഷണങ്ങൾ ഉള്ളവരിൽ തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരുന്നത് 5%-ൽ താഴെ പേർക്ക് മാത്രമാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരുന്നത്. 1%-ൽ താഴെ മാത്രം കുട്ടികൾക്കാണ് ICU അഡ്മിഷൻ ആവശ്യമായി വരുന്നത്. കോവിഡ് കാരണം, അക്യൂട്ട് കോവിഡ് കാരണം കുട്ടികളുടെ മരണം വളരെ വിരളമാണ്. അത് 0.5%-ലും താഴെയാണ്. എന്നാൽ പോലും ഒന്നാം തരംഗത്തിൽ നിന്നും ഒരു നേരിയ ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ രണ്ടാം തരംഗത്തിൽ കോവിഡ് കാരണം സിംപ്റ്റോമാറ്റിക് ആവുന്ന ലക്ഷണങ്ങൾ വരുന്നവരിലും ICU അഡ്മിഷൻ വരുന്നവരിലും ഒരു നേരിയ കൂടുതൽ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ആശങ്കാജനകമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ യൂണിറ്റിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യ തരംഗത്തിൽ നമ്മൾ കോവിഡ് ICU എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചെങ്കിൽ കോവിഡ് കാരണം കോവിഡ് കാരണം ICUവിൽ 2 കുട്ടികളെ മാത്രമേ ആദ്യ തരംഗത്തിൽ അഡ്മിഷന് വേണ്ടി വന്നുള്ളൂ. ഇപ്രാവശ്യം അത് 10ഓളം കുട്ടികൾക്ക് വേണ്ടി വന്നു. അത് തന്നെ ഡയറക്റ്റ് കോവിഡ് കാരണമായ കോവിഡ് ന്യൂമോണിയ മുതലായ കാരണങ്ങൾ 5ഓളം കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ കാര്യത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്ത നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പീഡിയാട്രിക് ICU എല്ലാം ഞാനൊരു സർവേ നടത്തി. അവരും പറഞ്ഞത് ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചു കൂടുതൽ കുട്ടികൾക്ക് ICU ആവശ്യം വന്നു. പക്ഷെ ഒരു ആശങ്കാജനകമായ ഒരു ഇത് ഉണ്ടായിരുന്നതേ ഇല്ല. അതായത് ഇനി വരുന്ന മൂന്നാം തരംഗത്തിലും ടോട്ടൽ ബാധിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ തീർച്ചയായും അങ്ങനെ ഒരു തരംഗം ഉണ്ടായാൽ ടോട്ടൽ ബാധിക്കുന്ന
കുട്ടികളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടായേക്കാം. എന്നാൽ പോലും അങ്ങനെ വർധനവ് ഉണ്ടായാലും അതിൽ 90% അസിംപ്റ്റോമാറ്റിക് ആണ്. അതിൽ സിംറ്റംസ് വരുന്നതും ICU അഡ്മിഷൻ വരുന്നതും വേറെ ഡെത്ത് വരുന്നതൊക്കെ വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് കുട്ടികളുടെ നമ്പർ കൂടിയാലും ഇതൊരു ആശങ്കാജനകമായ കാര്യമായിട്ട് അതുകൊണ്ടാണ് ഇപ്പോ എല്ലാ വിദഗ്ധരും ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ച് അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ എല്ലാവരും കുറച്ച് ഭീതിയിലാണ്. അപ്പോ നമുക്കറിയാം ഇനി കോവിഡ്, ഈ പറഞ്ഞ മാതിരി കോവിഡ് വന്ന 90% കുട്ടികൾക്കും അത് അസിംറ്റമാറ്റിക് ആണ്, ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ബാക്കിയുള്ളതിൽ തന്നെ ലക്ഷണങ്ങൾ ഉള്ളവരെ ഭൂരിപക്ഷവും ലഘുവായ ലക്ഷണങ്ങൾ മാത്രം, നമ്മൾ മൈൽഡ് കേസ് എന്ന് പറയും. സാധാരണ വയറൽ മാതിരി ചെറിയൊരു പനി, ചെറിയ ചുമ, ജലദോഷം, അല്ലെങ്കിൽ ചെറുതായി വയറിളക്കം. ഈ 2ാം തരംഗത്തിൽ കൂടുതൽ കുട്ടികൾക്കും വയറിളക്കം, ഛർദി മാതിരിത്തെ ലക്ഷണങ്ങളാണ് കണ്ടിരുന്നത്. കുറച്ച് വലിയ 10 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരും ചിലപ്പോൾ സ്മെല്ല് നഷ്ടപ്പെട്ടു, ടേസ്റ്റ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം. ഈ ഇങ്ങനത്തെ മൈൽഡ് കേസസ് എല്ലാം തീർച്ചയായും നമ്മൾ വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ മതി. വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കുക, പോഷകാഹാരങ്ങൾ കൊടുക്കുക, വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഇല്ലാതെ ശ്രദ്ധിക്കുക. പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക, ആന്റിബയോട്ടിക് വേണ്ട. കുട്ടികൾ പൊതുവെ കൂടുതൽ ഓടി നടക്കുന്നതായതുകൊണ്ട് അവർ ബാക്കിയുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവര് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയാൻ പറയുക. ഇത്രയും മതി. പക്ഷെ ഈ മൈൽഡ് കേസസ് എപ്പോഴാണ് മാതാപിതാക്കൾ ഇത് മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ, ഇത് സീരിയസ് ആയിട്ടുള്ള ഡിസീസിലേക്ക് പോകുന്നുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ഇവരെ പരിചരിക്കുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ മനസ്സിലാവാൻ പോകുന്നുണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഡോക്ടർ അജാസ് പറഞ്ഞതുപോലെ മോർ ദാൻ 90% കുട്ടികൾക്കും മൈൽഡ് ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അവർക്ക് വീട്ടിൽ തന്നെയുള്ള ശ്രദ്ധ മതിയാവും. അങ്ങനെ വീട്ടിൽ വെക്കുന്ന കുട്ടികൾക്ക് മോഡറേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സിവിയർ ഡിസീസ് ആവുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ഇത് സിവിയറിറ്റി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണിത്. അപ്പൊ മോഡറേറ്റ് സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ന്യൂമോണിയയുടെ തുടക്കമുണ്ട്. അപ്പൊ അത്തരത്തിൽ ന്യൂമോണിയ തുടക്കം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്നതാണ് ഫാസ്റ്റ് ബ്രീത്തിങ് അഥവാ കുറച്ച് സ്പീഡായിട്ട് ശ്വാസം എടുക്കുക. അപ്പോൾ വലിയ മുതിർന്നവർക്ക് നമ്മൾ മോർ ദാൻ 24 തവണയിൽ കൂടുതൽ ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കട്ട് ഓഫ് വെക്കും. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ ബിക്കോസ് അവർ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് 1 മാസം മുതൽ 12, 15 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫിക്സഡ് നമ്പർ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ 2 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രകാരം 60-ൽ കൂടുതൽ തവണ സ്പീഡായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50-ൽ കൂടുതൽ തവണ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതിന് നമുക്കൊരു വാച്ച് വെച്ചിട്ട് 1 മിനിറ്റിൽ കുട്ടി എത്ര തവണ ശ്വാസം എടുക്കുന്നു എന്ന് കൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 മുതൽ 5 വയസ്സ് വരെ 40-ൽ കൂടുതൽ തവണ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ, അതിൽ മുതിർന്ന കുട്ടികൾക്ക് 30-ൽ കൂടുതൽ തവണ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയയുടെ തുടക്കമാവാം. അതുപോലെ തന്നെയാണ് പൾസ് ഓക്സിമെട്രി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ ഒരു പൾസ് ഓക്സിമീറ്റർ കരുതണം എന്ന് തന്നെയാണ്. മുതിർന്നവർക്കായാലും അത് കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ അളവ് 90 മുതൽ 90, അതായത് 95-ൽ കുറവാണ്, പക്ഷെ 90-ൽ മേലെയാണ്. അതാണ് മോഡറേറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ന്യൂമോണിയയുടെ തുടക്കമാവാം. അപ്പൊ ഇത് മോഡറേറ്റ് കേസാണ്. നിങ്ങൾ തീർച്ചയായും ഹോസ്പിറ്റലിൽ അല്ല അടുത്തുള്ള ഡോക്ടറെ കാണിക്കണം. ഇനി സിവിയർ ഇൽനെസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രാങ്ക് ന്യൂമോണിയയിലോട്ട് പോയി. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് സ്പീഡായി ശ്വാസം എടുക്കുന്നതിന് പുറമെ കുട്ടികൾക്ക് സീരിയസ് ആയ മറ്റു ലക്ഷണങ്ങൾ, അതായത് കുട്ടികൾക്ക് അമിതമായ ക്ഷീണം, നീണ്ടു നിൽക്കുന്ന പനി, ഉറക്കം, പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അത് പിന്നീട് മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന രൂപത്തിലോട്ടൊക്കെ പോവാം. അപ്പൊ വീട്ടിൽ ഒബ്സർവ് ചെയ്യുന്ന കുട്ടി സ്പീഡായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ, ഓക്സിജന്റെ അളവ് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ, യൂറിൻ സാധാരണ പോകുന്നത്ര പോകുന്നുണ്ടോ, ബാക്കി ആക്ടിവിറ്റി എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു അപാകത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെഡിക്കൽ സഹായം തേടേണ്ടതാണ്. ഓക്കെ, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഇനിയൊരു കോവിഡ് കേസ് കൂടുന്ന ഒരു സാഹചര്യം ഇല്ലായിരിക്കാം. എങ്കിലും ഇനി കോവിഡ് കേസസ് ഇനി കൂടുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ അതിൽ നിന്നും പ്രതിരോധിക്കാൻ, രക്ഷപ്പെടുത്താൻ നമ്മളെ സമൂഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസിലൂടെ കൺക്ലൂഡ് ചെയ്തത് 3rd വേവ് വന്നേക്കാം, പക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല.
കുട്ടികളെ ബാധിച്ചേക്കാം. അതിനും ഒരു ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതോ ആയിട്ട് ഒന്നുമില്ല. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ അജാസ് ചോദിച്ചത്, നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ തന്നെ പറഞ്ഞു വെച്ചല്ലോ ഈ രണ്ടാം തരംഗം എങ്ങനെ ഉണ്ടായി, അതിനുള്ള കാരണങ്ങൾ. അപ്പൊ ആ കാരണങ്ങളിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയും വാക്സിനേഷൻ. അപ്പൊ വാക്സിനേഷൻ ഇപ്പൊ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 18 വയസ്സിനുള്ള മേലെയുള്ള എല്ലാവർക്കും കേരളത്തിൽ എന്തായാലും ഒരു വാക്സിൻ ഇപ്പൊ ഷോർട്ടേജ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെന്റ് സെക്ടറിലായാലും പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഏറ്റവും എളുപ്പത്തിൽ എല്ലാവരും ഒരു ഡോസ് വാക്സിനെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇനിയിപ്പോ ഭാവിയിൽ കുട്ടികൾ അങ്ങനത്തെ തേർഡ് വേവ് വന്നാലും ഈ കുട്ടികൾ ആരും ഇപ്പൊ പുറത്തു പോകുന്നില്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നെങ്കിലും അത് മുതിർന്നവരിൽ നിന്നായിരിക്കും. അപ്പൊ ആ മുതിർന്നവരൊക്കെ പ്രൊട്ടക്ഷൻ തേടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും പ്രയോറിറ്റി ബേസിൽ തന്നെ ഏറ്റവും കഴിയുന്നിടത്ത് എത്രയും ഫാസ്റ്റ് ആയിട്ട് വാക്സിൻ ഡോസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കുട്ടികൾക്കുള്ള വാക്സിൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. അത് അവൈലബിൾ ആവാൻ ഇതിന്റെ ട്രയൽസ് ഒക്കെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. കോവാക്സിൻ 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ട്രയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളെങ്കിലും എടുക്കുമായിരിക്കും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന മുറക്ക് അതും കൂടെ അതിനോടും വാക്സിനോട് റെസിസ്റ്റൻസി, ഒരു വാക്സിനോട് ഒരു വിമുഖതയുടെ ആവശ്യമില്ല. അപ്പൊ വാക്സിൻ ആണ് നമുക്ക് എല്ലാവർക്കും ആകെയുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയുധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മുതിർന്നവർ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക. കുട്ടികൾക്കുള്ള വാക്സിൻ അവൈലബിൾ ആകുന്ന മുറക്ക് അതും എടുക്കുക. പിന്നെ രണ്ടാമത്തേത് നമുക്ക് പറ്റുന്നത് കോവിഡ് അപ്രോപ്രിയേറ്റ് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. SMS പ്രോട്ടോകോൾ. ലോക്ക്ഡൌൺ മാറി എന്നിരുന്നാൽ പോലും മാസ്ക് ധരിക്കേണ്ടതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ വാക്സിൻ എടുത്തവരാണെങ്കിലും ശരി മാസ്ക് ധരിക്കണം, സാനിറ്റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ കൂടിച്ചേരലുകളൊക്കെ മാക്സിമം കഴിവിന്റെ പരമാവധി അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, ഡയബറ്റീസ് ഉള്ള ആളുകൾ, അവരൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് വൈറസിനെ നിയന്ത്രിക്കാനും വൈറസിന്റെ ഫർദർ മ്യൂട്ടേഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യുന്നത് കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, SMS ആ പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക, വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാസ്ക് കുട്ടികളും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് വേണ്ട എന്ന് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിഷ്യൻസ് പറയുന്നു. 3 മുതൽ 5 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്കും തന്നെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് വേണ്ട എന്നൊരു അഭിപ്രായം വരാൻ കാരണം? ഓക്കെ, അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. ഇപ്പൊ നമുക്കറിയാം 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് മാസ്ക് കൊടുത്താൽ ഇപ്പൊ ആ കുട്ടി ആ മാസ്ക് ധരിക്കേണ്ട വിധമുണ്ട്, അതിന് പുറത്ത് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ട് മാസ്ക് കയ്യിലെടുക്കാം, മാസ്ക് വായിലിട്ട് കടിക്കാം. അപ്പൊ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പബ്ലിക്കിലൊക്കെ പോയിട്ട് കുട്ടി മാസ്ക് ധരിച്ച്, ചെറിയ കുട്ടിയെ നമ്മൾ നിർബന്ധിപ്പിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ധരിപ്പിക്കുന്നത് പ്രായോഗികമാവില്ല, അത് ഗുണത്തെക്കാൾ ദോഷം. അപ്പൊ അത് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇനി 2 വയസ്സ് 5 വയസ്സ് എന്നുള്ള കട്ട് ഓഫ് എന്നതിനേക്കാൾ ഉപരി കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് മാസ്ക് ധരിച്ച് അത് മനസ്സിലാവുന്ന ഒരു പ്രായം, 3-4 വയസ്സുള്ള കുട്ടി അങ്ങനെ പ്രോപ്പറായി ധരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ധരിപ്പിക്കാം. അപ്പൊ അല്ല അവർ വായിലൊക്കെ ഇട്ട് കടിക്കും, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് മാത്രമാണ് അതിന്റെ ഒരു കാര്യം. ഈ പറഞ്ഞ മാതിരി നമ്മൾ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ വീണ്ടും പറഞ്ഞു. SMS, അതിന് കൂടെ നമുക്ക് ജനുവരി 3 മുതൽ നമുക്ക് പുതിയൊരു ആയുധം കൂടി ഉണ്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ, വാക്സിൻ. കുട്ടികളുടെ വാക്സിനേഷൻ പറയുകയാണെങ്കിൽ ഡോക്ടർ റൌഫ് പറഞ്ഞ മാതിരി ഭാരത് ബയോടെക് 2 വയസ്സ് മുതലുള്ള കുട്ടികളുടെ വാക്സിനിൽ 1 മാസം മുമ്പ് പഠനം ആരംഭിച്ചു. പഠന റിപ്പോർട്ട് വരാൻ ചിലപ്പോൾ ഇനിയും 3-4 മാസം എടുക്കുമായിരിക്കും. ഫൈസർ വാക്സിൻ 6 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനില് എല്ലാം ഫ്രാൻസ്, ഇറ്റലി പോലെ കൺട്രീസില് 12 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് വായിച്ചു. അപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള
പേരൻസിനുള്ള ചോദ്യം ഇതാണ്. നമ്മളെ കേരളത്തിൽ 85-90 ലക്ഷത്തോളം കുട്ടികളുണ്ട് 20 വയസ്സിന് താഴെ. ഈ കുട്ടികളെല്ലാവരും വാക്സിൻ എടുത്ത് കഴിയാൻ കാത്തു നിൽക്കണമോ? നമ്മൾ ഇവരെ സ്കൂളിലേക്ക് പറഞ്ഞുകൊണ്ട് ഇവരെ സമൂഹത്തിൽ ഇടപഴകാൻ നമ്മൾ ഈ എല്ലാ കുട്ടികളും വാക്സിൻ എടുക്കാൻ കാത്തു നിൽക്കേണ്ടതുണ്ടോ? അതോ അവരിൽ മുൻഗണനയുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതിയോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആൾറെഡി വാക്സിൻ ഒരുപാട് ഡിലേ വന്നു. വാക്സിൻ ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാമിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും വാക്സിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5% താഴെ മുതിർന്നവർക്ക് ഇപ്പോഴും 2 ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുള്ളൂ. 20% താഴെ ആളുകൾക്ക് 1 ഡോസ് വാക്സിൻ പോലും ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ വാക്സിനേഷൻ അപ്പൊ കുട്ടികളുടെ എത്താൻ തന്നെ 2 മാസത്തേറെ സമയം എടുത്തേക്കാം. ഇനി അങ്ങനെ വന്നാൽ തന്നെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ പോപ്പുലേഷനിൽ 140-150 കോടിയോളം ഉള്ളതിൽ 50 കോടി 1/3 20 താഴെയുള്ള പോപ്പുലേഷൻ ആണ്. അപ്പൊ അവർക്കെല്ലാം വാക്സിൻ എടുക്കുക എന്നുള്ളത് എടുക്കേണ്ടതാണ്. അതിന് ഒരുപാട് സമയം എടുത്തേക്കാം. അപ്പോൾ അതിലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് നമ്മൾ ഒരാളുടെ ഒരു അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എക്സ്പെർട്ടിന്റെ ഡിസ്കഷനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് ആദ്യം ഒരു ഹൈ റിസ്ക് പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അവർക്ക് മാത്രം വാക്സിൻ ആദ്യം കൊടുക്കുക. പിന്നീട് അത് ഏജ് വൈസ് ആയിട്ടോ അങ്ങനെ പ്രോഗ്രസ് അങ്ങനെ ആയിരിക്കും അവർ ചെയ്യാന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഹൈ റിസ്ക് ആയിട്ടുള്ള കുട്ടികൾ ആരൊക്കെയാണ്. അപ്പോ ഹൈ റിസ്ക് എന്നത് ഉദ്ദേശിക്കുന്നുണ്ട് ഈ കോവിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ 95% പേർക്ക് കുട്ടികൾക്ക് കോവിഡ് കാരണം പ്രശ്നം വരില്ല. ഇനി കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത്, അഡ്മിഷൻ ആവാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? ജന്മന ഹൃദയ സംബന്ധമായ എന്തെങ്കിലും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖമുള്ളവര്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവർ അസുഖമുള്ളവര്, അല്ലെങ്കിൽ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതായത് ജന്മന പ്രതിരോധക്കുറവുള്ള കുട്ടികൾ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് പോലെയുള്ള ഇമ്മ്യൂണിറ്റി കുറക്കുന്ന മരുന്നുകൾ ഒരുപാട് കഴിക്കുന്ന കുട്ടികൾ. അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ തന്നെ ഒരുപാട് പേരുണ്ടാവും ഇന്ത്യയിൽ. അപ്പൊ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഇവർക്കുള്ള വാക്സിൻ കൊടുക്കുക എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോ സ്കൂൾ തുറക്കാൻ അതൊരു ഗവൺമെന്റ് പോളിസി ഡിസിഷൻ ആണ്. അപ്പൊ അതിന് എല്ലാ കുട്ടികൾക്കും വാക്സിൻ എടുത്ത് സ്കൂൾ തുറക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമാവില്ല. പകരം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കുകയും ഒരു സ്കൂളിൽ ഒരു കുട്ടി പോകുമ്പോൾ അവിടുന്ന് ഞാൻ പറയില്ല, ആദ്യം നമ്മൾ മുതിർന്നവർക്കുള്ള വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ സ്കൂളിൽ അധ്യാപകര്, സ്കൂളിൽ പ്യൂണ്, ബസ് ഡ്രൈവർമാര്, അങ്ങനെ കുട്ടികളെ ഇടപഴകാൻ സാധ്യതയുള്ള മുതിർന്നവർക്ക് അവരെല്ലാം വാക്സിനേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ടായിരിക്കും സ്കൂൾ ആരംഭം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ വർഷം അവസാനത്തോടൊക്കെ ഉണ്ടാവാം എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ ആസ് സച്ച് ഇതിന്റെ ഒരു സയന്റിഫിക് ബേസിസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് എ പോളിസി, ഗവൺമെന്റ് പോളിസി ഡിസിഷൻ ആണ്. അത് നമ്മൾ എങ്ങനെയെന്ന് വരും മാസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടി വരും. ഓക്കെ, കുട്ടികൾക്കുള്ള വാക്സിൻ, ഈ വാക്സിനെ സംബന്ധിച്ച് എത്തിക്കൽ മെഡിക്കൽ ഫോറത്തിന് പറയാനുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും അവർക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. കുട്ടികളുടെ വാക്സിൻ ഭാവിയിൽ വന്നേക്കാം, അപ്പോൾ അവർക്കും എടുക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയും അവർ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് വർക്കാതിരിക്കാനും കുട്ടികളുടെ വാക്സിനേഷനും പ്രധാനമാണ്. നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും ബാക്കി പ്രതിരോധ മരുന്ന് എന്ന് പറഞ്ഞ ആയുർവേദ ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അത് എടുക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് എടുത്താൽ തന്നെയും വാക്സിന് ഒരു പകരമാവില്ല എന്ന് പൊതുജനം മനസ്സിലാക്കണം. വാക്സിൻ കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ എല്ലാവരും അത് എടുക്കണം എന്ന് എത്തിക്കൽ മെഡിക്കൽ ഫോറം എല്ലാവരോടും ആവശ്യപ്പെടുന്നു. അതിന്റെ അടുത്ത ഇതായിട്ട് ഡോക്ടർ റൌഫ്, നമ്മളെ സ്കൂളുകളെ പറ്റി തന്നെയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ അവസാന 1.5 വർഷമായിട്ട് സ്കൂളുകളിൽ പോകാൻ പറ്റിയിട്ടില്ല. അവരുടെ വ്യക്തിത്വ വികസനം, സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങിയവയെല്ലാം വളരുന്നത് സ്കൂളിൽ നിന്നാണ്. അവരുടെ ഈ പറഞ്ഞ ബാല്യം എന്നുള്ളത് 1.5 വർഷമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു കഴിക്കണം. അപ്പൊ ഈ സ്കൂളിൽ പോകാത്തത് കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അതൊന്ന് പറയാമോ? അതെ, തീർച്ചയായും ഡോക്ടർ രാജാസ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു ലോക്ക്ഡൌൺ സമയത്ത് നിരന്തരം ഇപ്പൊ മാർക്കറ്റിലൂടെ നടക്കുന്ന മുതിർന്ന ഒരാൾക്ക് ഇപ്പൊ വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഇപ്പൊ
ഡോക്ടേഴ്സിന് അങ്ങനത്തെ ഒരു ഇതുണ്ടായില്ല. എന്നാൽ നമുക്കറിയാം അവർക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് അവരുടെ ഏറ്റവും കളിച്ചു നടക്കേണ്ട ഒരു പ്രായത്തിൽ, പുറത്തിറങ്ങി സ്കൂളിൽ എൻജോയ് ചെയ്യേണ്ട ഒരു പ്രായത്തിലാണ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ അവർക്കുമുണ്ട്. ഇനി ഒരു സയന്റിഫിക് ബേസിസ് നോക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടായ കോൺസിക്വൻസസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫിസിക്കൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇപ്പൊ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞത് കാരണം, ഇപ്പൊ കേരളത്തിലൊക്കെ മിക്കവർക്കും ആർക്കും ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാ ഭക്ഷണം നന്നായിട്ട് അവൈലബിൾ ആയ ആളുകൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ ഒബിസിറ്റി, കുട്ടികളിലെ പൊണ്ണത്തടി വളരെ ക്രമാതീതമായി വർദ്ധിച്ചതായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ വെൽ ഓഫ് ആയിട്ടുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികളിലെ ഇപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഒബിസിറ്റി വളരെ കൂടിയതാണ്. ഇനി ഇതിന്റെ വേറൊരു വശം നമുക്കറിയാം, ലോക്ക്ഡൌൺ ഇങ്ങനത്തെ സാഹചര്യത്തിൽ പല ഫാമിലീസിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കുട്ടികളിൽ നല്ലൊരു ശതമാനം മാൽന്യൂട്രീഷൻ, അതായത് പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ്. അപ്പൊ അവർക്ക് ഭക്ഷണത്തിന് കൂടെ അവരുടെ കുടുംബത്തിൽ ജോലി ഇല്ലാതാവുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് കുറവായിട്ട് അവിടെ മാൽന്യൂട്രീഷൻ വളരെ ക്രമാതീതമായി കൂടുന്നതായിട്ടുള്ള ഒരു ആശങ്കയും ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട്, ഫിസിക്കൽ. ഇനി അടുത്തത് ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ട് ഇത് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്കും മുതിർന്നവരുടെ പോലെ തന്നെ മനസ്സുണ്ട്. അപ്പൊ അവരും ഈ വീട്ടിൽ അടച്ചിടുമ്പോ, പുറത്ത് പോവാതെ സ്കൂളിൽ പോവാതിരിക്കുമ്പോ നമുക്കുണ്ടാവുന്ന അതേപോലെ തന്നെ അതിന്റെ അതേപോലെ തന്നെയുള്ള വികാരങ്ങളും വിഷമങ്ങളൊക്കെ അവർക്കുണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് വിഷാദ രോഗം ഉണ്ടാവാം, നമ്മൾ മനസ്സിലാക്കണം. വിഷമം ഉണ്ടാവാം, വിഷാദം ഉണ്ടാവാം. കുറെ പേർക്ക് ഇപ്പൊ ഈ കോവിഡ് സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ 10,000-ലേറെ മരണങ്ങൾ ഉണ്ടായി. ഒരുപാട് പേർക്ക് ഉറ്റവരെയും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് നഷ്ടപ്പെട്ടപ്പോൾ അത് കാരണമുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു കോവിഡിന്റെ ഈ ഒരു ബന്ധനം കൂടെ ആയുമ്പോൾ അത് കാരണമുള്ള വിഷമം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും. പിന്നീട് പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ പഠനം, അപ്പൊ അതിന്റെ ഓൺലൈൻ പഠനം അത് നമുക്ക് വേറെ നിവൃത്തിയില്ല. ഡെസ്പറേറ്റ് ടൈംസ് നീഡ് ഡെസ്പറേറ്റ് മെഷേഴ്സ് എന്നാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ടതാണ് സ്ക്രീൻ അഡിക്ഷൻ. അതായത് കുട്ടികൾ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് നമ്മുടെ കുട്ടികളെ പോലും നമുക്കത് ഈ സ്ക്രീൻ അഡിക്ഷൻ അത് നിയന്ത്രിക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലി ചെയ്യാൻ വളരെ പാടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ മൊബൈൽ ആയാലും ടാബ് ആയാലും, അപ്പോ ഈ സ്ക്രീൻ അഡിക്ഷൻ വളരെ ഭയങ്കരമായിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടാകാവുന്ന ചില ബിഹേവിയറൽ പ്രോബ്ലംസ്, അവരുടെ വ്യക്തിത്വ വികസനം, അവരുടെ സോഷ്യലൈസേഷൻ, അപ്പൊ അതിനൊക്കെ അതിൽ ഭാവിയിൽ ഇമ്പാക്ട് ചെയ്യാം എന്നുള്ളത് ഒരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഈ സ്ക്രീൻ അഡിക്ഷന്റെ ഭാഗമായി തന്നെ അതുപോലെ തന്നെയാണ് സ്ക്രീൻ മിസ്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ നെറ്റ് ഇത്രയും ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവര് ഈ മൊബൈൽ ഇത്രയും സമയം അവരെന്ത് കാണുന്നു എന്നുള്ളത് രക്ഷിതാക്കൾ അവരെന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ഓൺലൈൻ ക്രൈംസ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തില് അപ്പൊ അതും ഒരു ആശങ്കയുണർത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും കുട്ടികളിലും ഈ വലിയ പോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം പ്രധാനമാണ് എന്നുള്ളൊരു അവബോധമെങ്കിലും നമ്മളുടെ പേരൻസിന് ഉണ്ടാവണം. വാക്സിനേഷനെ കുറിച്ച് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളെ കാണുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കുട്ടികളിൽ ആരും പുറത്തിറങ്ങുന്നില്ല. ലോക്ക്ഡൌൺ, പ്രത്യേകിച്ച് കുട്ടികൾ തീരെയും പുറത്തിറങ്ങുന്നില്ല. അപ്പൊ കുട്ടികളുടെ റൂട്ടീൻ നോർമലായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മീസിൽസ്, 5-ാം പനി, പോളിയോ, ഡിഫ്തീരിയ, തൊണ്ടമുള്ള് തുടങ്ങിയവരുടെ കുത്തിവയ്പ്പ് എല്ലാം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് വളരെ പിന്നോട്ട് പോയി നമ്മുടെ സംസ്ഥാനം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ? അതിന്റെ കൂടെ തന്നെ കോവിഡ് വന്നു പോയ, മൈൽഡ് ആയിട്ടാണെങ്കിലും കോവിഡ് വന്നു പോയ കുട്ടികൾക്ക് ഈ സാധാരണ കുത്തിവയ്പ്പ് എടുക്കുന്നതിന് വല്ല പ്രശ്നവുമുണ്ടോ? ഓക്കെ, അത് തീർച്ചയായും നമ്മൾ വളരെ ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷനിൽ തന്നെ നമ്മൾ എപ്പോഴും ഇത് കുട്ടികളിൽ മാത്രമല്ല അഡൽസിൽ പോലും കോവിഡ് വന്നപ്പോൾ കോവിഡിന്റെ ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് നോൺ കോവിഡ് ആയിട്ടുള്ള പല അസുഖങ്ങളിലും മോർബിഡിറ്റി കൂടുതലായത് അഡൽസിലും അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നിട്ടുണ്ട്. ബെഡ് കോവിഡ് കൂടിയ സമയത്ത് ബെഡ് അവൈലബിൾ അല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ കോവിഡിലോട്ട് കുട്ടികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇമ്മ്യൂണൈസേഷനിൽ, അതായത് കുട്ടികളുടെ സാധാരണ കുത്തിവയ്പ്പിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്.
അപ്പൊ അത് പല കാരണങ്ങളുണ്ടാവുന്ന രക്ഷിതാക്കൾക്ക് പുറത്തിറങ്ങാൻ പേടിയൊക്കെ വന്നതാകൊണ്ടാവാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കുട്ടികളുടെ പ്രൈമറി വാക്സിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പൊ ആരെങ്കിലും വാക്സിൻ ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ക്യാച്ചപ്പ് വാക്സിൻ ആയിട്ട് ഇപ്പൊ റുട്ടീൻ ആയിട്ടുള്ള ഏതിപ്പോ DPT ആയാലും അങ്ങനെയുള്ള അതിന്റെ ക്യാച്ചപ്പ് വാക്സിൻ ഉടനെ എടുത്ത് അതൊരു ക്യാച്ചപ്പ് നമ്മൾ മിസ്സായത് സാരമില്ല, അതിനൊക്കെ ക്യാച്ചപ്പ് ഷെഡ്യൂൾസ് ഉണ്ട്. അതിനനുസരിച്ച് അടുത്തുള്ള പീഡിയാട്രിഷനെ കണ്ട് അത് എടുക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡ് വന്നവർ, അപ്പൊ കുട്ടികൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ റുട്ടീൻ വാക്സിനേഷൻ ഈ കോവിഡിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ അത് 2 ആഴ്ചക്ക് ശേഷം റുട്ടീൻ വാക്സിൻസ് എടുക്കാവുന്നതാണ്. ഇനി വളരെ അപൂർവം കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം വന്നിട്ടുണ്ട്, സ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ, അത് IVIG പോലെയുള്ള മരുന്നുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് കോവിഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ അത്തരം കോവിഡിന്റെ ലക്ഷണങ്ങൾ വന്നതിന് ശേഷം 3 മാസത്തിന് ശേഷം റുട്ടീൻ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അതിനേക്കാൾ എടുക്കേണ്ടതാണ്. അതാണ് കറക്റ്റ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സെഷന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 3ാം തരംഗം വരാതിരിക്കാം, പക്ഷെ അതിനേക്കാളും കേരളത്തിലെ ജനത ജാഗരൂകരാവേണ്ട ഒരു സമയമാണത്. അത് മിസ്ക് എന്ന് പറഞ്ഞ ഒരു അസുഖം, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. കോവിഡ് 2ാം തരംഗം ആഞ്ഞടിച്ച് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഒരു തരംഗം ആഞ്ഞടിച്ച് പിൻവാങ്ങി 2 മുതൽ 6 ആഴ്ചയുടെ ഇടക്ക് കുട്ടികളിൽ സാരമായി ബാധിക്കുന്ന, ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന ഒരു അസുഖം. അപ്പോ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ മിസ്ക്, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജാനുവരി മുതൽ 2021 ജാനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കെടുത്താൽ കേരളത്തിൽ മൊത്തം 300-ന് മീതെ കേസുകളുണ്ട്. കോഴിക്കോട് മാത്രം 100, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 100, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഡോക്ടർ റൌഫ് 50-ലധികം മിസ്ക് കേസ് ഇതുവരെ മാനേജ് ചെയ്തു. ഈ 2-3 ആഴ്ചയായി പെരിഫറൽ ചെറിയ ടയർ 3 സിറ്റീസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും മിസ്ക് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലോ 2 മിസ്ക് കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ മിസ്ക് എന്താണ്, അത് അക്യൂട്ട് കോവിഡ് അസുഖമായി ഈ മിസ്കിന് എന്താണ് വ്യത്യാസം, എന്തുകൊണ്ടാണ് അത് ഇത്രയും സീരിയസ് ആവുന്നത്, ലക്ഷണങ്ങൾ എന്താണ്, അതിന് എപ്പോഴാണ് അത് മാതാപിതാക്കൾ അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്, ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, തീർച്ചയായും. സോ ഡോക്ടർ അജാസ് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ടോക്കിൽ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ടോപ്പിക്കാണ് മിസ്ക്. നമ്മൾ അക്യൂട്ട് കോവിഡ് കുട്ടികളിൽ വളരെ ലഘുവായിട്ടാണ് മിക്കവരിലും വരുന്നത്. അത് നമുക്കൊരു ഒരു ട്രീറ്റിംഗ് പീഡിയാട്രീഷ്യനെ സംബന്ധിച്ചുള്ള അത്രത്തോളം ഒരു ആശങ്കാജനകമല്ല. ഒരു പബ്ലിക്കും തന്നെ അക്യൂട്ട് കോവിഡ് കുട്ടികളിൽ അത്ര ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മിസ്ക്. അപ്പൊ എന്താണ് മിസ്ക് എന്ന് വെച്ചാൽ, ഒരു കോവിഡ് ഇൻഫെക്ഷൻ വന്ന ഒരു കുട്ടിക്ക്, അപ്പൊ പലപ്പോഴും ഇൻഫെക്ഷൻ വന്നു എന്ന് പറയുമ്പോൾ 90% ലക്ഷണങ്ങൾ ഇല്ലാതെയാവാം. ഓക്കെ, അപ്പൊ നമ്മൾ കോവിഡ് വന്നു പോയി. ഇപ്പൊ കേരളത്തിലെ ജനതയ്ക്ക് 60-70-80% പേർക്ക് കോവിഡ് വന്നു പോയിട്ടുണ്ടാവും. പലർക്കും അറിയാതെ ആയിട്ട്, മുതിർന്നവർക്കും അതെ, കുട്ടികൾക്കും അതെ. അപ്പൊ അത്തരത്തിൽ കോവിഡ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, അത് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടോ ഇല്ലാതെയോ വന്നവർക്ക് അതിന് കഴിഞ്ഞ് 2 മുതൽ 8 ആഴ്ച വരെയുള്ള സമയത്തിന് ശേഷം ഈ വൈറസിനോട് ശരീരം പ്രതിരോധിക്കും. ശരീരത്തിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ പ്രതിരോധത്തിന്റെ ഒരു പ്രതികരണമായിട്ടുണ്ടാവുന്ന റിയാക്ഷൻ, അതൊരു അളവിൽ കൂടുതൽ റിയാക്ഷൻ ആയാൽ നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത കെമിക്കൽസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ അവയവങ്ങളെ ബാധിക്കും. അപ്പൊ അതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിലുള്ള കോവിഡ് വൈറസിനോടുള്ള ഒരു ശരീരത്തിന്റെ അമിതമായ പ്രതിരോധം, ഇതിന്റെ ഒരു പ്രതികരണത്തിന്റെ അത് കാരണം വരുന്ന ലക്ഷണങ്ങളാണ് ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. ഓക്കെ, ഇനി എന്താണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കേരള ഗവൺമെന്റ് ഒരു 3 ദിവസം മുമ്പ് ആശമാർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. അത് ഈസി ആയിട്ട് പറയണം. അപ്പൊ ഇത് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. 19 വയസ്സ് വരെ, ഇത് 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വരെ വരുന്നുണ്ട് ഇപ്പോ. അപ്പോ ചുരുക്കി പറയണമെങ്കിൽ ചെറുപ്പത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ 15 വയസ്സ് വരെയുള്ളവരാണ്. 25 വയസ്സ് വരെയുള്ള അഡൽട്സിൽ വരെ റിപ്പോർട്ടഡ് ആണ്. ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം പനി, അതിശക്തമായ പനി, 38 ഡിഗ്രിയിൽ കൂടുതലുള്ള പനി. പിന്നീട് ഇതിന്റെ കൂടെ തന്നെ വയറുവേദന ഉണ്ടാവാം, വയറിളക്കം ഉണ്ടാവാം, ഛർദി, വയറിളക്കം, വയറുവേദന. പിന്നീട് തൊലിപ്പുറത്തുണ്ടാവുന്ന റാഷസ്,
നിറവ്യത്യാസം, കണ്ണ് ചുവക്കുക, വായിലും ഉള്ളം കൈയിലും ഉണ്ടാവുന്ന നീർക്കെട്ട്, പിന്നെ ബാക്കി ഉള്ളതൊക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് കാണാം, ശക്തമായ പനി, കണ്ണിലെ കാണും നമ്മുടെ വെള്ള കാണുന്ന ഭാഗത്ത് ചുവപ്പ്, അപ്പൊ ഒരു സബ് കൺജക്റ്റീവൽ കൺജഷൻ എന്ന് പറയും. ഡിഫറെന്റ് കൈൻഡ് ഓഫ് റാഷസ്, പാടുകൾ, നാവിൽ ഉണ്ടാവുന്ന ചോപ്പ്, ഇത് അധികം ഈ അസുഖത്തിൽ നമ്മൾ കാണാറില്ല, ഇത് കവാസാക്കി ഡിസീസിലാണ് കൂടുതൽ കാണാറ്. ഈ ലക്ഷണം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ അസുഖം ഇത് പേര് തന്നെ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. മൾട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെ ഇത് ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. അപ്പൊ ഹൃദയത്തെ രണ്ട് തരത്തിൽ ബാധിക്കാം. ഒന്ന്, ഹൃദയത്തിന്റെ രക്തധമനികളിൽ ബാധിക്കാം, അതിൽ നീർക്കെട്ട്, അത് വീക്കം ഉണ്ടാവാം. രണ്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചാൽ അത് നമുക്ക് ബി പി കുറയുന്നതിനും കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് നീങ്ങാം. രണ്ട്, ഇതല്ലാതെ തന്നെ നമ്മുടെ രക്തക്കൊയിലുകളെ ബാധിക്കുന്നത് കാരണം വാസോപ്ലീജിക് ഷോക്ക്, ബി പി കുറയുന്ന അവസ്ഥയിലോട്ട് പോവാം. ഇതാണ് ഇതിന്റെ സീരിയസ് ആയ അവസ്ഥകൾ. ബാക്കി ഇത് ഏത് ലിവറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം, അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ബാധിക്കാം. എന്നാലും പ്രിഡോമിനന്റ്ലി ബി പി കുറയുന്ന അവസ്ഥ, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ, ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ രോഗം ഗുരുതരമാവുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ അറ്റ്ലീസ്റ്റ് ഈ ഫിഗർ എങ്കിലും നിങ്ങൾ ഓർക്ക്, കണ്ണിൽ ഇങ്ങനെയാണ് ചുവപ്പ്. ഇതാണ് ഞങ്ങൾ 50ഓളം കുട്ടികളെ ചികിത്സിച്ചിട്ടുണ്ട്. 45 പേർക്കും ഇത്തരത്തിലുള്ള കണ്ണിലെ ചുവപ്പ് കാണാറുണ്ട്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശക്തമായ പനിയോട് കൂടി ഇത്തരത്തിലുള്ള കണ്ണിലുള്ള ചുവപ്പ്, അസുഖത്തിന്റെ തുടക്കത്തിൽ വയറുവേദന, വയറിളക്കം, പിന്നീട് ക്ഷീണം, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാവാം. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ബ്ലഡില് CBC, നമ്മുടെ സാധാരണ ചെയ്യുന്ന CBCയിൽ കുറച്ച് കൗണ്ട് കുറവായിട്ടാണ് കാണപ്പെടുക, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ. പിന്നെ CRP പോലെയുള്ള ഇൻഫ്ലമേറ്ററി മാർക്കർ ടെസ്റ്റ് ക്രമാതീതമായി കൂടുന്നതായിട്ടും കാണപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ക്ലൂസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ച് ചികിത്സ തേടേണ്ടതാണ്. ഇനി ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത്, ഇത് ചികിത്സയുള്ള അസുഖമാണ്, വളരെ ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന IV ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള ഒരു മരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകളും, പിന്നെ അത്തരത്തിലുള്ള മരുന്നുകളും, പിന്നെ എക്കോ ചെയ്തിട്ട് ആസ്പിരിൻ പോലെയുള്ള ഗുളികകളുമാണ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം ചികിത്സിക്കാവുന്നതാണ്. ഈവൻ കോംപ്ലിക്കേറ്റഡ് ആയ പേഷ്യൻസിനെ പോലും നല്ല ICUവിൽ ചികിത്സിച്ചാൽ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതും അഗൈൻ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ ഇത് ഇവിടെ പറഞ്ഞത് ആ ലക്ഷണങ്ങൾ അപ്പൊ അത് കാണുന്നുണ്ട്. ഇപ്പോ കേരളത്തിൽ അജാസ് പറഞ്ഞ 500-ലേറെ കേസ് കേരളത്തിൽ തന്നെ കഴിഞ്ഞ 2 വേവ്സിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കോവിഡിന്റെ 2ാം തരംഗം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ അവസാനിക്കുമ്പോഴാണ് ഈ കുട്ടികളിലെ ഈ രോഗം, ഇതൊരു പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആണ്. അപ്പൊ കോവിഡിന്റെ വേവ് അവസാനിക്കുമ്പോഴാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇനിയുള്ള ആഴ്ചകളിൽ അല്ല അടുത്ത 2 മാസം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് നേരത്തെ തന്നെ ഒരു അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കണ്ട് ടെസ്റ്റ് ചെയ്ത് വേണ്ട ചികിത്സ തേടേണ്ടതാണ്. എഗെയിൻ ആശങ്കപ്പെടേണ്ടതില്ല. തീർച്ചയായും മിസ്കിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ട. പക്ഷെ നമ്മൾ ഒരു അവബോധം തീർച്ചയായും നമ്മൾക്ക് വേണം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ തീർച്ചയായും കാണിക്കേണ്ടതാണ്. നമ്മൾ ഈ സെഷന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വീണ്ടും കമന്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ ചോദ്യത്തിന് ശേഷം അവൾക്കുള്ള ഉത്തരം പറയുന്നതാണ്. അവസാനത്തെ ചോദ്യം നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ടാണ്. അറിയാം, പലപ്പോഴും ഗർഭിണികൾ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിൽ വരുന്ന ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കോവിഡ് പോസിറ്റീവ് എന്ന് അറിയുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് ആശങ്കയുണ്ട്. പലപ്പോഴും ചുരുക്കമായിട്ടെങ്കിലും പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ കുട്ടിയെയും അമ്മയെയും നോക്കാൻ ആളില്ലാത്ത അവസ്ഥ, കൊണ്ടുവന്നവർ കാണാത്ത അവസ്ഥ, ഒരാഴ്ചയോളം നമ്മള് കുഞ്ഞ് ICUവിൽ സിസ്റ്റർമാര് നോക്കേണ്ട അവസ്ഥ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കമാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് കൂടെ നിൽക്കുന്നവർക്ക് എന്തായാലും ആശങ്കയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ മുലപ്പാൽ കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ മാത്രമല്ല, 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്തും ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് കോവിഡ് പോസിറ്റീവ് വന്നത് കൊണ്ട് പിന്നീട് ഇവരെ മുലയൂട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
അതേപോലെ തന്നെ ഈ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമാർക്ക് കോവിഡ് വന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായും. അപ്പോൾ പലരും പല ഈ അമ്മമാരും പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ പെട്ടെന്ന് ആശങ്ക ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പൊ നവജാത ശിശുക്കൾക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, അതായത് അമ്മയിൽ നിന്നും ഗർഭത്തിലുള്ള സമയത്ത് തന്നെ കോവിഡ് ട്രാൻസ്മിറ്റ് ആവുന്നത് വളരെ വളരെ വിരളമാണ്. ഓൾമോസ്റ്റ് വളരെ 1-2 കേസസ് മാത്രമേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പൊ അതിന്റെ സാധ്യത ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇനി കുട്ടി ജനിച്ചതിന് ശേഷവും തന്നെ അമ്മയിൽ നിന്ന് മുലപ്പാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടിയുടെ പ്രതിരോധത്തിന് വേണ്ടിയും കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അപ്പൊ എന്തുകൊണ്ടും അത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മുലപ്പാൽ എന്തായാലും കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ കുട്ടി ജനിച്ച ഉടനെ മുലപ്പാലിന് വേണ്ടി മാത്രം അമ്മയുടെ അടുത്ത് കൊണ്ടുവരിക. അമ്മ മാസ്ക് ധരിച്ച് മുലപ്പാൽ കൊടുക്കുക. ബാക്കിയുള്ള സമയം മാറ്റി നിർത്തുക. ഒരു 5 ദിവസത്തേക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഇപ്പൊ ഒരു 4 മാസമുള്ള ഒരു പ്രായമുള്ള കുട്ടിയുടെ ഉമ്മ പോസിറ്റീവ് ആയാൽ അതിന് മുലപ്പാൽ കൊടുക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. മുലപ്പാൽ എന്തായാലും കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഇപ്പൊ കോവിഡ് ചെറുപ്രായത്തിൽ വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് ഇതുവരെയുള്ള നമുക്ക് ഈ വൈറസുമായിട്ടുള്ള ഒരു പരിചയം 1.5 വർഷത്തോളമാണ്. ഇതുവരെ അങ്ങനെ ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ അമ്മയ്ക്ക് പ്രഗ്നൻസി സമയത്ത് കോവിഡ് വന്നാൽ പോലും അത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം ഉള്ളതായിട്ടോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതും അങ്ങനത്തെ ഒരു ആശങ്കയും വേണ്ട എന്ന് തോന്നുന്നു. ഇനി വളരെ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളത് അത് നമ്മൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ആശങ്കാപരമായിട്ട് ഒന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി വേറൊരു പ്രത്യേക ഈ മുലയൂട്ടുന്ന അമ്മമാര് പറഞ്ഞപ്പോ ഇപ്പൊ വീണ്ടും ഇപ്പൊ നമ്മൾ വാക്സിൻസ് മുലയൂട്ടുന്ന അമ്മമാരും വാക്സിൻ എടുക്കാവുന്നതാണ്. അതൊരു സ്ട്രെസ് ചെയ്ത് കുറെ പേര് മുലയൂട്ടുന്ന ആദ്യത്തെ റെക്കമെൻഡേഷനിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിൽ മുലയൂട്ടുന്ന അമ്മമാരെ ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുലയൂട്ടുന്ന അമ്മമാരും പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ ഉള്ള ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ആണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ 2ാം തരംഗത്തില് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വൈറൽ ബാധ വന്നപ്പോ കുറച്ച് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ കോംപ്ലിക്കേഷൻ അമ്മമാർക്ക് കോംപ്ലിക്കേഷൻ വരുന്നത് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലോകാരോഗ്യ സംഘടന കോവിഡ് വാക്സിൻ മൊഡേണ ഫൈസർ വാക്സിൻ പ്രഗ്നന്റ് ആയവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് അടുത്തും പലരും അത് പ്രപ്പോസലുമായി ചെന്നിട്ടുണ്ട്. ഉടൻ അത് അപ്രൂവ് ആകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അപ്രൂവ് ആകുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ആണ്. അവരുടെ ആരോഗ്യത്തിന് വാക്സിൻ അപ്രൂവ് ആയാൽ ഉടനെ അവരും വാക്സിൻ എടുക്കേണ്ടതാണ്. അതാണ് നല്ലത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമ്മളുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് സംശയ നിവാരണത്തിലുള്ള സമയമാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒരു ചോദ്യം വന്നിരിക്കുന്നത്, കുട്ടികൾക്ക് കോവാക്സിൻ മാത്രമാണോ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ വരുന്ന വാക്സിൻ, ബാക്കി കോവിഷീൽഡ് അല്ലെങ്കിൽ ബാക്കി കമ്പനികളുടെ വാക്സിന്റെ അവസ്ഥ എന്താണ് കുട്ടികളെ സംബന്ധിച്ച്? ഇല്ല, അത് ജസ്റ്റ് അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ കാനഡയിലും US-ലൊക്കെ കൊടുക്കുന്നത് ഒരു ഫൈസർ മൊഡേണ വാക്സിൻ അങ്ങനത്തെ വാക്സിനുകളാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ICMR ഇപ്പൊ ട്രയൽ ആരംഭിച്ചിട്ടുള്ളത് കോവാക്സിൻ വെച്ചിട്ടാണ്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ ആണ് 2 വയസ്സ് മുതൽ അതിന്റെ ട്രയൽ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോ ഫസ്റ്റ് അപ്രൂവൽ ചിലപ്പോൾ കോവാക്സിൻ ആയിരിക്കും കുട്ടികളിൽ കിട്ടുക. എന്നാലും അതിൽ മാറ്റം വന്നേക്കാം. ഇപ്പോ വീണ്ടും വാക്സിൻ ഒരു ഓപ്പൺ മാർക്കറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. വീണ്ടും ഫൈസർ വാക്സിൻ എല്ലാം ഇവിടെ അവൈലബിലിറ്റി വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ബ്രാൻഡിനോടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയുള്ള വാക്സിനൊക്കെ അപ്രൂവ് ആയേക്കാം. പക്ഷെ ഫസ്റ്റ് അപ്രൂവൽ ചിലപ്പോൾ കോവാക്സിൻ ആയിരിക്കും കിട്ടുക. അത്രേ ഉള്ളൂ. അങ്ങനെ അതൊരു വേറെ ഏതെങ്കിലും വാക്സിന് കോൺട്രാ ഇൻഡിക്കേഷനോ അങ്ങനെയൊന്നും ഇല്ല. ശരി, അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വെന്റിലേറ്റർ പോലെയുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആവശ്യം വരുമോ? കേരളം അതിന് എത്രത്തോളം തയ്യാറെടുത്തിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന അക്യൂട്ട് കോവിഡ് ആയിട്ട്, അതായത് കോവിഡ് മൂലം
വെന്റിലേറ്റർ ആവശ്യം വന്ന കുട്ടികൾ, അപ്പൊ ഞാൻ ഇന്ത്യയിലെ വ്യത്യസ്ത പീഡിയാട്രിക് ICUയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും മുമ്പ് ഒരു ടോക്കിന് വേണ്ടി സർവേ നടത്തിയിരുന്നു. അപ്പൊ കോവിഡ് മൂലം വെന്റിലേറ്റർ ആവശ്യമായി ഇന്ത്യയിലെ ഒട്ടാകെ ഒരു 20-25 താഴെ കുട്ടികൾക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അതായത് കോവിഡ് ന്യൂമോണിയ വന്നിട്ട്, കോവിഡ് കാരണം ന്യൂമോണിയ ബാധിച്ച് അത്രത്തോളം വിരളമാണ്. കേരളത്തില് എനിക്കറിയാവുന്നത് വെച്ചിട്ട് അക്യൂട്ട് കോവിഡ് ന്യൂമോണിയ കാരണം ഈ സെക്കൻഡ് വേവില് ഇതുവരെ 10-ൽ താഴെ 5-ൽ താഴെ കുട്ടികൾക്ക് വെന്റിലേറ്റർ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ കോവിഡ് കാരണം വരുന്നില്ല, എന്നാൽ നമ്മൾ പറഞ്ഞ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കാരണം പല കുട്ടികൾക്കും ഹാർട്ട് ഫങ്ഷൻ കുറഞ്ഞ് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായിട്ട് ഞങ്ങളുടെ ടീമിലെ 50ഓളം കുട്ടികളെ നമ്മൾ ചികിത്സിച്ച് 2 കുട്ടികളെ വെന്റിലേറ്ററിന്റെ ആവശ്യം വന്നു. ഒരാഴ്ചയോളം വെന്റിലേറ്ററിലായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ എല്ലാവരെയും നമുക്ക് രക്ഷിക്കാനായി. അപ്പൊ ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഹൃദയത്തെ ബാധിക്കുന്നത് കാരണം പല കുട്ടികൾക്കും വെന്റിലേറ്റർ ആവശ്യം വരുന്നുണ്ട്. എന്നാലും അതും ഒരു ആശങ്കാജനകമായ ഭയങ്കര നമ്പർ അല്ല. MISC നമ്മൾ ടോട്ടൽ കുട്ടികളുടെ നമ്പർ എടുക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ 500 കേസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറിയ ശതമാനമാണ്. പക്ഷെ അതൊരു നമ്മൾ അവെയർ ആവേണ്ടത് കൊണ്ടാണ് അതിന് നമ്മൾ ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് MISC വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ MISC ഗുരുതരമായിട്ട് വന്നാൽ വെന്റിലേറ്ററിന്റെ ആവശ്യം വന്നേക്കാം. അപ്പൊ അതും ഒരു ടോട്ടൽ നമ്പർ കുറവായതുകൊണ്ട് കേരളത്തിൽ അതിനുള്ള സൗകര്യം ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഉണ്ട്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നു, ഇപ്പൊ ഈ കോവിഡ് 3ാം തരംഗം കുട്ടികളും ഇങ്ങനെ ഒരു ഹൈപ്പ് വന്നത് തൊട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സും പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് ഒരു മാസം മുമ്പേ ഇതിനുള്ള കണക്കെടുപ്പ് നമ്മുടെ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിലും പീഡിയാട്രിക് ICU ബെഡ് ഉണ്ടാക്കാനും അതിനുള്ള വെന്റിലേറ്റർ സൗകര്യം, അപ്പൊ അതിനൊക്കെയുള്ള വർക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ആശാവഹമായ കാര്യവുമാണ്. അപ്പൊ അതിന് കേരളം പ്രിപ്പയർഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. കോവിഡ് 3ാം തരംഗം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എന്തായാലും പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം ഗവൺമെന്റ് പ്രിപ്പറേഷൻ തുടങ്ങി എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, കുട്ടികളുടെ മരണനിരക്ക് വലിയ ആൾക്കാരുടെ അതേമാതിരി ആവുമോ ഇനി ഒരു അടുത്ത തരംഗം വന്നാൽ എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അടുത്ത തരംഗത്തിനുള്ള സാധ്യത തന്നെ കുറവാണ്. ഇനി വന്നാൽ തന്നെയും കുട്ടികൾക്ക് വലിയ ആൾക്കാരുടെ അത്രയും തന്നെ ഒരു മരണനിരക്ക് എന്നുള്ളത് ഒരു അസ്ഥാനത്താണ്. അത് അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഡോക്ടർ റൌഫ്, മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർ വാക്സിൻ എടുത്താൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് റെഗുലർ വാക്സിനേഷൻ എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അതിനെന്തെങ്കിലും ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലൊരു റെക്കമെൻഡേഷൻ വന്നിട്ടില്ല. ആകെ കോവിഡ് ഇൻഫെക്റ്റ് ആയ കുട്ടികൾക്ക് മാത്രമാണ് ആ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളിൽ നിന്നും 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരുടെ റുട്ടീൻ വാക്സിൻ അത് 2 ആഴ്ച ഡിലേ ചെയ്യാമെന്നൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. അതല്ലാതെ അമ്മമാർ വാക്സിൻ എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു റെക്കമെൻഡേഷനും ഇല്ല. അവർക്ക് അവരുടെ റുട്ടീൻ വാക്സിനേഷൻ അതിന്റെ ഷെഡ്യൂൾ പ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. തീർച്ചയായും കുട്ടികൾക്ക് വന്ന കുട്ടികൾക്ക് 2 ആഴ്ച എടുക്കാമെങ്കിൽ അമ്മമാർ വാക്സിൻ എടുത്തുകൊണ്ട് നമ്മളത് ഡിലേ ചെയ്യണം എന്നില്ല. അവര് റൂട്ടീൻ വാക്സിനേഷൻ തുടർന്ന് പോകാം. പിന്നെ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ, കോവിഡ് വന്നത് മുതൽ 5 വയസ്സായ മോൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് മൂത്രം പോകുന്നുണ്ട്. അത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് വല്ലതുമാണ് എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. അത് കോവിഡുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആവാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്തായാലും ഫ്രീക്വന്റ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നമ്മള് ഒരു റാൻഡം ബ്ലഡ് ഷുഗർ അങ്ങനെ അത്തരത്തിൽ സീറം സോഡിയം ലെവൽ അങ്ങനത്തെ ഒരു ബേസിക് അടുത്തുള്ള പീഡിയാട്രിഷ്യൻ കാണിച്ച് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ കോവിഡ് ഇതുമായി ഇപ്പൊ ഇത് മിക്കവാറും ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും കോവിഡ് വന്നതിന് ശേഷം കുട്ടികളിലെ വേറെ ചില അസുഖങ്ങൾ, ഇപ്പൊ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങളില് ഇൻക്ലൂഡിങ് ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 1 പ്രമേഹത്തിന്റെ ഒക്കെ നമ്പർ ചെറുതായിട്ട് കൂടിയതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ITP എന്ന് പറഞ്ഞ ശരീരത്തിന്റെ പ്രതിരോധം മൂലമുള്ള ചില അസുഖങ്ങൾ. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായത് മൂത്രം കൂടുതൽ പോകുന്നത് മാത്രമാണ്. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല എന്ന് ആണ് കരുതുന്നത്. എന്നാലും അടുത്തുള്ള ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ച് ഒരു ബ്ലഡ് ഷുഗർ, അറ്റ്ലീസ്റ്റ് ഒരു റാൻഡം ബ്ലഡ് ഷുഗറും ഒരു സോഡിയം ലെവലും ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു യൂറിൻ റുട്ടീൻ അങ്ങനെ ജസ്റ്റ് ഒരു പ്രാഥമിക പരിശോധന നടത്താവുന്നതാണ്.
ഗർഭിണികൾക്ക് ഏത് വാക്സിനാണ് ഇപ്പോൾ നൽകുന്നത്? അത് ഡോക്ടർ റൌഫ് വിശദീകരിച്ചു. ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും അപ്രൂവ് ചെയ്തിട്ടില്ല അല്ലെ? അതെ, അതിനുള്ള അപ്രൂവൽ കോവാക്സിന് വേണ്ടിയാണ്. ബിക്കോസ് ഗർഭിണികൾക്ക് RNA വാക്സിൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അപ്പോൾ WHO അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് കോവാക്സിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സൊസൈറ്റീസും പല എക്സ്പേർട്സും ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗർഭിണികൾക്ക് കോവാക്സിൻ ഉടൻ അപ്രൂവൽ ചെയ്യണമെങ്കിൽ. ഞാൻ പറഞ്ഞ ലോകാരോഗ്യ സംഘടന ആൾറെഡി ഒരു മാസം മുമ്പ് തന്നെ നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് അടുത്തൊരു മാസത്തിനുള്ളിൽ അതിനുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അപ്രൂവ് ആകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, വാക്സിൻ കുട്ടികൾക്ക് എന്നാണ് വാക്സിൻ തുടങ്ങുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. കുട്ടികളുടെ വാക്സിൻ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് കോവാക്സിൻ പഠനം നടന്നു. ഫൈസർ വാക്സിൻ 6 മാസം മുതൽ 15 വയസ്സ് വരെ കുട്ടികളുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കോവാക്സിന്റെ സ്റ്റഡീന്റെ ഫലം തന്നെ നമ്മളൊരു 3-4 മാസത്തിനുള്ളിലാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും ഒരു 6 മാസമെങ്കിലും പിടിക്കുമെന്നാണ് ഈ രംഗത്തുള്ള എക്സ്പേർട്സ് കുട്ടികളുടെ വാക്സിൻ ഇന്ത്യയിൽ തുടങ്ങാൻ ഉള്ള ഒരു മിനിമം സമയമായിട്ട് പറയുന്നത്. അതിനോട് കൂടി ഒരു ചോദ്യമുണ്ട് ഡോക്ടർ റൌഫ്. അലർജി ഉള്ള കുട്ടികൾക്ക്, രാവിലെ തുമ്മല്, കണ്ണ് ചൊറിച്ചിലുള്ള കുട്ടികൾക്ക് കോവിഡ് ബാധ കൂടുതലാണോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ കണ്ടെത്തിയതായിട്ട് അറിവില്ല. ഈവൻ ഇപ്പൊ ആസ്മയുള്ള കുട്ടികൾക്ക് നമുക്ക് തുടക്കത്തിൽ ആശങ്കയുണ്ടായിരുന്നു, ആസ്മയുള്ള കുട്ടികൾക്കൊക്കെ കോവിഡ് ബാധ കൂടുതൽ സിവിയർ ആയിട്ട് വരുമോ എന്നുള്ളത്. എന്നാൽ പോലും ഈവൻ നേസൽ അലർജി പോട്ടെ, ആസ്മയുള്ള കുട്ടികൾക്ക് പോലും കോവിഡ് കൂടുതൽ തീവ്രമായി ബാധിക്കുന്നതായിട്ട് ഒരു പഠനവും കണ്ടെത്തിയിട്ടില്ല. അവർക്കും റുട്ടീൻ ആയിട്ടുള്ളത് പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അലർജിയും കോവിഡുമായിട്ട് അങ്ങനെ ഒരു അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിൽ ഒരു ആശങ്കപ്പെടേണ്ടതില്ല. വേണ്ടത്ര കോവിഡ് സിംറ്റംസ് ഇല്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും തുടർ ചികിത്സ നടത്തേണ്ടതുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഉള്ളത് ഇപ്പൊ മിസ്ക് വന്ന, അതായത് നമ്മൾ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻ വന്ന കുട്ടികൾക്ക് മാത്രം. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഈ എക്കോ കാർഡിയാക് ഫോളോ അപ്പ് വേണ്ടി വരും. അവർക്ക് 2 ആഴ്ചയില് പിന്നെ 1.5 മാസം 6 മാസം കൂടുമ്പോൾ ഒരു ഹൃദയത്തിന് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അതല്ലാതെ ലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഫോളോ അപ്പ് ഒന്നും വേണ്ടതില്ല. ഈ മിസ്ക് വന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ലോങ് ഫോളോ അപ്പ് വേണ്ടത്. അടുത്ത ചോദ്യം, വാക്സിൻ കൊടുക്കുന്ന വാക്സിൻ കിൽഡ് വാക്സിൻ ആണോ ലൈവ് വാക്സിൻ ആണോ എന്നതാണ് ചോദ്യം. ഒരു സബ് യൂണിറ്റ് വാക്സിൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഏതിനെ കുറിച്ച്? കോവിഷീൽഡിനെ വാക്സിൻ കിൽഡ് വാക്സിൻ ആണോ ലൈവ് വാക്സിൻ ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കോവിഷീൽഡ് എന്നുള്ളത് അത് ഒരു അഡിനോ വൈറസ് ഉപയോഗിച്ച ഒരു കൊറോണ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനുമായിട്ടുള്ള അതിന്റെ ഒരു അനലോഗ് മാത്രമാണ്. അപ്പൊ അത് ആ സ്പൈക്ക് പ്രോട്ടീൻ സിമിലർ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അങ്ങനെയാണ്. ബാക്കിയുള്ള അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എല്ലാം കിൽഡ് വാക്സിൻസ് ആണ്, അല്ലെങ്കിൽ സബ് യൂണിറ്റ് വാക്സിൻസ് ആണ്. ലൈവ് വാക്സിൻസ് ഒന്നുമില്ല. ലൈവ് വാക്സിൻ ഇല്ല, സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയാം. കുട്ടികൾക്ക് HFO വെന്റിലേഷൻ തന്നെ ആവശ്യം വരുമോ? അത് മിസ്കുമായി ഉള്ള ചോദ്യമാണോ കോവിഡുമായുള്ള ചോദ്യമാണോ എന്ന് വ്യക്തമല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു കോവിഡ് ആസ് സച്ച് വെന്റിലേഷൻ ആവശ്യം വരുന്നത് തന്നെ വളരെ കുറവാണ്. മിസ്ക് കാരണം വെന്റിലേഷൻ ആവശ്യം വരുന്ന കുട്ടികളുണ്ട്. എന്നാൽ അതൊക്കെ മിക്കവാറും കൺവെൻഷണൽ വെന്റിലേഷനിൽ തന്നെ മാനേജ് ചെയ്യാവുന്ന കേസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. HFO ആവശ്യം വരുന്ന അത്രത്തോളം ബാഡ് ഞാൻ പറയില്ല. അത് മിസ്കിൽ വെന്റിലേഷൻ വരുന്നത് ലങ്സ് അഫക്ട് ആവുന്നത് കൊണ്ടല്ല, പ്രിഡോമിനന്റ്ലി മയോകാർഡൈറ്റിസ് കാർഡിയാക് ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്. അപ്പൊ അത് ലങ്സ് അത്ര അഫക്റ്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് HFO ആവശ്യം വരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയുടെ ചോദ്യം, കുട്ടിക്ക് വാക്സിൻ ഇപ്പോൾ തന്നെ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു സാധാരണ വാക്സിൻ റൂട്ടീനായിട്ട് എടുക്കാം, അതിന് നമ്മൾ ഡിലേ ചെയ്യേണ്ടതില്ല. അടുത്ത ചോദ്യം, അഡൽട്ടിനും കുട്ടികൾക്കും കൊടുക്കുന്ന വാക്സിന്റെ ഡോസിനെ പറ്റിയാണ്. അതും നമുക്ക് കുട്ടികളുടെ വാക്സിൻ കൂടുതൽ പഠനം കഴിഞ്ഞ് അപ്രൂവൽ ആയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് അതിനെ പറ്റി പറയാൻ കഴിയില്ല. കോവിഡ് വന്നവർക്ക് വാക്സിൻ എടുക്കുന്നതിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻ ഉണ്ടോ? തീർച്ചയായും. ഇപ്പൊ നമുക്കറിയാം, ആദ്യം ഗവൺമെന്റ് പറഞ്ഞിരുന്നത് കോവിഡ് വന്ന് 4 ആഴ്ച കഴിഞ്ഞ് എടുക്കാമെന്നായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് മാറ്റി ഇപ്പൊ 84 ഡേയ്സ് ആണ്. കോവിഡ് വന്നു പോയി 84 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുക്കാം എന്ന് പറയുന്നത്. അതിന് കാരണം കോവിഡ് കാരണമുള്ള നാച്ചുറൽ പ്രതിരോധം, അത് കാരണം നമ്മൾ കിട്ടുന്ന നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഒരു 3 മന്ത്സ് വരേക്കും നിന്നേക്കാം എന്നുള്ളൊരു അസംഷനിലാണ് ഇപ്പൊ 84 ഡേയ്സ് കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, നമ്മളെ സമയം ഏകദേശം അവസാനിച്ചു. ക്വസ്റ്റ്യൻസ് അവസാനിച്ചിട്ടുണ്ട്. നന്ദി ഡോക്ടർ റൌഫ്, ഞങ്ങൾ IMF-ഉമായി ഇത്രയും സമയം ചെലവഴിച്ചതിൽ നന്ദി. പരിപാടി അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. പരിപാടി അവസാനിപ്പിക്കുന്നു.